ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ, സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഇതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടിരിക്കുന്ന ഭാഗമാട്ടോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കണേ, സോറി, ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ നോയ്സ് ആണ്, ഞാൻ വോയിസ് അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും കുളിച്ചിട്ട് കാണാമെന്ന് എന്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞു, നമുക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം. അമ്പലത്തിൽ കുറച്ച് പരിപാടി ഉണ്ട്, അപ്പോൾ അമ്പലത്തിൽ വരെ പോകണം. അപ്പോൾ റെഡി ആവാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഇനി മേക്കപ്പിലോട്ട് കിടക്കാം. ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു മേക്കപ്പ് നമുക്ക് ഇടാം കേട്ടോ. അതേ മോയ്സ്ചറൈസിങ് ക്രീം ഇടാം. സൺസ്ക്രീനാണ് ഓൾറെഡി ഇട്ടു കേട്ടോ, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ദേ അതൊക്കെ ഇട്ടിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് ഇതേണ്ട നമ്മളടുത്ത് കണ്ണെഴുതാൻ പോവാം കേട്ടോ. ഞാൻ കാജൽ നോർമലി നമ്മുടെ കൺമഷി വെച്ചാട്ടോ എഴുതുന്നത്. അപ്പോൾ ദേ അത് വെച്ച് എഴുതി കൈ വെച്ചാട്ടോ എഴുതണേ, കാരണം ഞാൻ തീപ്പെട്ടിക്കൊള്ളി വെച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കെമിക്കലാണെന്ന് ഇങ്ങനെ അറിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാനത് നിർത്തിയിട്ടോ. ഇപ്പോൾ ഞാൻ കൈ വെച്ച് എഴുതണേ. പിന്നെ ബഡ്സൊക്കെ എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ പോയില്ല. ബഡ്സ് വെച്ച് എഴുതാനും ഉണ്ട്, പക്ഷേ മടിയായതുകൊണ്ട് ഞാൻ എഴുതിയില്ല. അത് കഴിഞ്ഞ് ഐലൈനർ ഇട്ട് സെറ്റാക്കി അതൊന്നുകൂടി ഒന്ന് കറുപ്പിച്ചു. പിന്നെ അതേ ഫൗണ്ടേഷൻ ഇടാൻ മറന്നു കേട്ടോ. ലൈറ്റായിട്ടൊരു ഫൗണ്ടേഷൻ ഇടണം കേട്ടോ, എന്നാലും എനിക്കൊരു ഇതുള്ളൂ. അതുകൊണ്ട് എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി സെറ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് ഇട്ടുള്ളൂ. അത് ആദ്യം ഇടണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. പിന്നെ ലിപ് ബാം ഇട്ടു കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല, പക്ഷെ ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കാൻ മറന്നുപോയി. പലതും ഞാൻ എടുക്കാൻ ഇതിൻ്റെ അകത്ത് വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതേ പൊട്ടൊക്കെ കുത്തി മുടിയൊക്കെ സെറ്റാക്കണം. മുടി ഒട്ടും ഉണങ്ങിയില്ല. ഇനി ഉണക്കാനൊക്കെ ഉള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചുമ്മാ അങ്ങ് കൈ കൊണ്ട് തന്നെ ചീകിയിട്ട് അങ്ങ് കെട്ടി വെച്ചു. കമ്മലൊക്കെ ഇട്ട് സെറ്റായിട്ടോ. ചുമ്മാ ഒന്ന് കെട്ടി വെച്ചോളൂ, തന്നെത്താനെ ഉണങ്ങിക്കോളും. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടോ. റെഡിയായി സെറ്റായി പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ. ഇതാട്ടോ, അത്രയേ ഉള്ളൂ. സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അങ്ങനെ ഇതേ തൊഴുത്തു, പ്രസാദം കിട്ടി, നമ്മളിത് ചന്ദനമൊക്കെ തൊട്ടു. ഭഗവാൻ എഴുതിയ 64ഓളം കൃതികൾ വരുന്ന അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ കയറി തൊഴുതു. അടുത്ത പരിപാടികളൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ട് പ്രസാദൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അപ്പുറത്ത് നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രസാദൂട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതല്ലേ പോയി, അപ്പം എന്തായാലും പ്രസാദൂട്ടുണ്ടല്ലോ, അത് കഴിക്കാമല്ലോ എന്ന് ഓർത്തത് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഹെവി സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ഐറ്റംസൊക്കെ ഉള്ളൂ. നമ്മുടെ അച്ചാറുണ്ടായിരുന്നു, നമ്മുടെ ഒരു തോരൻ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അവിയലുണ്ടായിരുന്നു, പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ ചോറ്, പിന്നെ ഒഴിച്ചുകറിയായിട്ട് സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ പ്രസാദമൂട്ട് നന്നായിട്ട് കഴിച്ചു. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദമൂട്ട് കഴിക്കാൻ ഭയങ്കര ഇതാണല്ലോ, ഒരു എന്താ പറയുക, ഒരു അടിപൊളിയാണല്ലോ അത്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായിട്ട് നല്ല സാമ്പാറും പുളിശ്ശേരിയും അച്ചാറും അവിയൽ എനിക്ക് വലിയ താല്പര്യമില്ല, തോരനും അച്ചാറും ഉണ്ടെങ്കിൽ പപ്പടം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ഇന്നെന്തോ ഞാൻ സാമ്പാർ ഒഴിച്ചു. പുളിശ്ശേരി സ്വാഭാവികമായിട്ടും ഞാൻ പുളിശ്ശേരിയായിട്ട് ഒഴിക്കാറ്, അപ്പോൾ സാമ്പാർ ഞാൻ ഒഴിക്കാറില്ല. അപ്പോൾ എങ്ങാനും സാമ്പാർ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പുളിശ്ശേരി ഒഴിച്ചു. അപ്പോൾ സാരമില്ല, എന്തായാലും നല്ല കൂടി കൂട്ടി കഴിച്ചു. അങ്ങനെ എന്തായാലും ലാസ്റ്റ് നമുക്ക് ഇതുണ്ടായിരുന്നു കേട്ടോ, പായസം ഉണ്ടായിരുന്നു. പായസവും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ പുറത്തൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് പോയിട്ടോ. അങ്ങനെ നമ്മളത് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. എന്തായാലും സൺഡേ അല്ലേ, അപ്പം എന്തായാലും നമുക്ക് നൈറ്റ് എന്തായാലും സ്പെഷ്യൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സൺഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് നമ്മൾ സൺഡേ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മളത് ബീഫ് മേടിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി. അപ്പോൾ അവിടെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക്. അപ്പോൾ അത് കുടിച്ചു. അവിടെ നിന്നും കുടിച്ചായിരുന്നു. അവിടെ നിന്ന് ഞാൻ കഴിച്ചില്ല, പപ്പടം കൂട്ടിയല്ല കഴിച്ചത്, അല്ലാണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഒരു ഗ്ലാസ് പായസവും കുടിച്ച് TV ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് പായസം കുടിച്ചിട്ടാണോ സദ്യ കഴിച്ചിട്ടാണോ അല്ല ഫുഡ് കഴിച്ചിട്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ലപോലെ ഉറക്കം വന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്, അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു. ഞാൻ കയറിക്കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വിളിച്ചു, നമുക്ക് ബീഫ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് അമ്മ വിളിച്ചു. അപ്പോൾ എന്തായാലും ബീഫിലോട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ മസാലയൊക്കെ തിരുമ്മി കുറച്ച് നേരം വെക്കണമല്ലോ എന്ന് ഓർത്ത് ഞാനതൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേൻ്റെ അമ്മ നമ്മുടെ എന്നായിരുന്നു പൈനാപ്പിൾ, കരിച്ചക്ക എന്നൊക്കെ പറയും, പൈനാപ്പിൾ സെറ്റാക്കിയിട്ട് ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കാൻ അടിപൊളിയാട്ടോ. ഇവിടെ ഇങ്ങനെ കഴിക്കണം. ഇത് കുറച്ചുകൂടി തണുക്കും, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ തണുപ്പിക്കാനൊന്നും വെച്ചില്ല, പിന്നെ മഴയൊക്കെ അല്ലേ എന്ന് വെച്ചാൽ ഒരുപാട് തണുപ്പിക്കാനൊന്നും പോയില്ല. നമ്മളപ്പോൾ തന്നെ അങ്ങ് എടുത്തിട്ട് അടിപൊളിയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പും കൂടിപ്പോകരുത്, ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പം മുളകൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഞാൻ കഴിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ നമുക്ക് കഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ
ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് ഈ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, മധുരം കഴിക്കണം, പുളി കഴിക്കണം എന്നൊക്കെ ക്രേവിങ്സ് ഉള്ളവർക്കൊക്കെ കഴിക്കുന്നില്ല. ഞാൻ നേരത്തെ കഴിക്കില്ലായിരുന്നു, എനിക്കിപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഫോർക്കൊക്കെ വെച്ച് നല്ല സ്റ്റാൻഡേർഡോട് കഴിക്കുമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ നമ്മുടെ ബീഫ് നല്ല കൈയിട്ട് പരട്ടിയല്ലോ, അപ്പോൾ എനിക്കിനി കുറച്ച് നേരത്തേക്ക് കൈ നന്നായിട്ട് പുകയും അതുപോലെ തന്നെ കയ്യിൽ സ്മെല്ലുണ്ടാവില്ല. എന്നാലും നമ്മൾ കൈ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക. എന്നാലും എനിക്കൊരു 10-15 മിനിറ്റത്തേക്ക് പിന്നെ ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഫോർക്ക് വെച്ച് ഊത്തി കഴിച്ചാൽ കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ നമ്മുടെ ബീഫ് കറിയിലോട്ട് ആവശ്യമുള്ള ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ അരിയാൻ വേണ്ടി ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സവോളയൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചു, അതെടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതേ എല്ലാം കൂടി നമുക്ക് ഓടില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാൻ മറന്നു, കാരണം വീഡിയോ എടുക്കണം ഞാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കോമഡി സംഭവിച്ചു. അതെന്നാന്ന് അടുത്ത ഭാഗത്ത് നമുക്കത് കാണാം കേട്ടോ, എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇഞ്ചി അങ്ങനെ സെറ്റാക്കി നമ്മൾ അരിഞ്ഞെല്ലാം സെറ്റാക്കി. ഇനി നമുക്കത് കറി ഉണ്ടാക്കാൻ വേണ്ടി പോട്ടെ. കറി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ട്, എൻ്റെ ഇതൊരു റബ്ബർ ബാൻഡ് പോലത്തെ ആക്കണ്ട. അപ്പോൾ അമ്മ എടുക്കണ്ട. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ ചോപ്പറിൻ്റെ അകത്തുള്ളൊരു സംഭവമാണ്. അത് എന്തോ പറ്റി നമ്മളത് കുടഞ്ഞിട്ടപ്പം ഉള്ളിക്കയുടെ അകത്തായി പോയിട്ടോ. ഭാഗ്യത്തിന് കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം അത് ഉരുകി മൊത്തം അതിൻ്റെ അകത്ത് ഇരുന്നേനെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിയൊക്കെ വരട്ടുമ്പോൾ ഞാനൊക്കെ സവോള ഇട്ടു, നമ്മൾ വരട്ടിയെടുത്തു. പിന്നെ റെസിപ്പീസൊന്നും ഞാൻ പറയുന്നത്, റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ, ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിത് ഉള്ളിയൊക്കെ വരട്ടി നമ്മളെ ബീഫ് കറിയിലോട്ടുള്ള പരിപാടികളൊക്കെ നോക്കുക കേട്ടോ. അപ്പം ബീഫും സ്പെഷ്യൽ വേറെ ഒന്നുമില്ല, നമ്മൾ വൈകിട്ട് ചോറാണല്ലോ കഴിക്കുന്നത്. അപ്പം ചോറും ബീഫ് കറിയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇളക്കി സെറ്റാക്കി. ഇടയ്ക്ക് അമ്മ എന്തൊക്കെയോ പരിപാടിക്ക് പോയി. അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തരും കേട്ടോ. അപ്പോൾ അമ്മ വീഡിയോ എടുത്ത് തന്നു. അപ്പോൾ അടുത്ത ഞാൻ തന്നെ അടുത്ത പരിപാടിയിലോട്ട് പോയി. അങ്ങനെ നമ്മൾ ബീഫ് കറിയിലോട്ട് ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ട് ബീഫ് കറി സെറ്റായി. ഇനി അത് കുറച്ച് നേരം തിളച്ചു. ഗൈസ്, അപ്പോൾ ചായ ഇത്രയായി കേട്ടോ. വീഡിയോ എടുക്കണ കാര്യം മറന്നു പോയി കേട്ടോ. അപ്പോൾ ചായ ഇത്രയും കുടിച്ചു കേട്ടോ. ചായ കൂടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം ഫോണിലിങ്ങനെ നോക്കും, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയി. അതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ സമയം കേട്ടോ. അപ്പോൾ അതേ ഫുഡിന് നമ്മുടെ ബീഫ് കറി ഉണ്ടായിരുന്നു, സർലാസ് ഉണ്ടായിരുന്നു, പിന്നെ 2 കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും നമ്മുടെ അടിപൊളി ബീഫ് കറിയും പിന്നെ നമ്മുടെ സർലാസും എല്ലാം കൂടി കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ദിവസത്തെ പരിപാടി എന്നൊക്കെ പറയാം. പിന്നെ പ്രത്യേകിച്ച് ഇനി വേറെ പരിപാടികളൊന്നും. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നോട്ടെ. എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ നാളെ ഇതുപോലെ ഒന്നും, എല്ലാ ദിവസവും ഇതുപോലെ ആവണമെന്നൊന്നുമില്ല. നാളെ വേറെ ഇങ്ങനെ മാറി മാറി വരും, അത്രേ ഉള്ളൂ. അപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഫുഡ് കഴിച്ചു. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരിക്കും. ഫുഡ് കഴിച്ച് ഉടനെ നമുക്ക് കിടക്കില്ല, അവർ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പം മുടി ഒന്ന് കെട്ടി പിന്നെ സെറ്റാക്കി വെക്കും. അതുപോലെ തന്നെ ഫേസ് വാഷ് ഇടും. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഫോണിൽ കുറച്ച് നേരം ഇൻസ്റ്റയിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കയറി കുറച്ച് ഷോർട്സും റീൽസൊക്കെ കണ്ടങ്ങിരിക്കും. പിന്നെ ഉറക്കം വരുമ്പോൾ നമ്മൾ കിടന്നുറങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ബൈ.